സാമൂഹ്യ നിരീക്ഷകൻ വിനോദ് കരുവാരക്കുണ്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനോദ് കരുവാരക്കുണ്ട്, PM ശ്രീ പദ്ധതിയിൽ നിന്ന് CPM പിന്നോട്ടിൽ അക്കാര്യം ഒരിക്കൽ കൂടി മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. എന്തായാലും CPIയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ വരേണ്ടിയിരിക്കുന്നു. ഈ പേരിൽ PM ഉള്ളതുകൊണ്ട് മാത്രം PM ശ്രീ ഉപേക്ഷിക്കാനാകില്ല എന്നാണ് ശിവൻകുട്ടിയുടെ വാക്കുകൾ. ഒപ്പം തന്നെ ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്കൊക്കെ PM പോഷൻ എന്നാണ് പേര്. അത് നമുക്ക് ഉപേക്ഷിക്കാനാകില്ലല്ലോ. ഈ PM എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ്, എന്തിനാണ് എതിർപ്പ് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം അവശേഷിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാഠ്യപദ്ധതിയിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ CPMന്റെ ഒരു എതിർപ്പ് ആ വിഷയത്തിൽ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? പദ്ധതി എന്ന് പറയുന്നത് PM ശ്രീ വിദ്യാലയം എന്നുള്ള പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം 2020 കൊടിക്കപ്പലാണ്, ഫ്ലാഗ് ഷിപ്പ് പ്രോഗ്രാമാണ്. ഒരു വിദ്യാലയത്തിൽ NEP വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയ, അതിന്റെ പരിണാമം, അത് സമൂഹത്തിലും ഭാവിയിലും ഉണ്ടാക്കാൻ പോകുന്ന പരിവർത്തനം എന്തായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള മാതൃകാ വിദ്യാലയങ്ങളാണ് PM ശ്രീ വിദ്യാലയങ്ങൾ. നമുക്കറിയാം, നമ്മുടെ വികസന ഭാരതം എന്ന കാഴ്ചപ്പാടില് വികസനത്തിന്റെ ഏറ്റവും താഴെ തട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ വികസന ബ്ലോക്കുകളാണ്. അപ്പൊ ആ വികസന ബ്ലോക്കിൽ തന്നെ ആ ബ്ലോക്കിന്റെ വിദ്യാഭ്യാസ സാധ്യതകളെ ഒരു മാതൃകാ വിദ്യാലയം എന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് PM ശ്രീ പദ്ധതിയിലൂടെ പ്രധാനമായിട്ട് നടക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ഈ പദ്ധതി നടപ്പാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും കൂട്ടായ പങ്കാളിത്തത്തോടു കൂടിയാണ്. ആ രീതിയിലുള്ള ഈ NEPയുടെ ഒരു മാതൃകാ പരിപാടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തയ്യാറായി എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അത് കേവലം തടഞ്ഞു വെച്ച എത്രയോ കോടി രൂപകൾ, 1500 കോടി രൂപയുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറിച്ച് ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന താഴെ തലത്തിൽ ആസൂത്രണം ചെയ്ത് ലോക നിലവാരത്തിലേക്ക് എത്തുന്ന വിദ്യാലയങ്ങളുടെ മാതൃകാ വികസനത്തിലെ കേരളം കൂടി പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ശ്രീ വിനോദ് കരുവാരക്കുണ്ട്, ഈ PM ഉള്ളത് കൊണ്ട് മാത്രം ഉപേക്ഷിക്കേണ്ടതല്ല PM ശ്രീ എന്നുള്ളത് CPM കൂടി തിരിച്ചറിയുന്നുണ്ട്.